രക്ഷിക്കാനാവാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേട്ടോ. കേൾക്കുവാൻ പറ്റാത്ത രീതിയിൽ അവിടുത്തെ കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടുമില്ല. ഇന്ന് നീ നേരിടുന്ന ഏത് വിഷയമാണെങ്കിലും അതിനകത്ത് മറുപടി തരുവാൻ സർവശക്തനാണ് ഈശോ. യെശയ്യാ 59 അധ്യായത്തിന് 1 വാക്യത്തിൽ നമ്മൾ കാണുകയാണ്, രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. അപ്പൊ ഇന്ന് വിശ്വസിക്കുക, ഈ വചനത്തിന്റെ ശക്തി ഇന്ന് നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടട്ടെ. ജീവിതത്തിൽ ദൈവം ഓരോ കാലഘട്ടങ്ങളും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിന്റെ മഹത്വത്തെ, ദൈവത്തിന്റെ സ്വഭാവത്തെ, ദൈവത്തിന്റെ ശക്തിയെ ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി കൂടിയാണ്. സഭാപ്രസംഗൻ 3 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. ദൈവം ഓരോ കാലഘട്ടത്തെ നമ്മുടെ ജീവിതത്തിൽ ഡിസൈൻ ചെയ്തിരിക്കുകയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം കുറെ ടഫാണ്. എന്നാൽ ഈശോയുടെ വചനത്തിന് ഏത് സമയത്തും ഏത് കാലഘട്ടത്തിലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനും അനുഗ്രഹങ്ങൾ നൽകുവാനും ഉയർച്ച നൽകുവാനും സാഹചര്യങ്ങളെല്ലാം പ്രതികൂലങ്ങളെ അനുകൂലമാക്കുവാനുമുള്ള ശക്തി ദൈവത്തിന്റെ ആത്മാവിൽ എഴുതപ്പെട്ട ദൈവത്തിന്റെ വചനത്തിനുണ്ട്. ഇന്ന് വിശ്വസിക്കുക, യെശയ്യാ 59:1 വചനം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ക്രിയേറ്റ് ചെയ്യുമാറാകട്ടെ. രക്ഷിക്കുവാൻ കഴിയാത്ത വിധം അവിടുത്തെ കരം കുറുകിപ്പോയിട്ടില്ല. നമ്മളെ അവിടുന്ന് രക്ഷിക്കും. വിശ്വാസത്തിന്റെ അപ്പസ്തോലനായ പൗലോസ്ലീഹ ഇപ്രകാരം പറയുന്നുണ്ട്, 2 കൊരിന്തോസ് 1:8, ദൈവം ഞങ്ങളെ വലിയ ആപത്തിൽ നിന്ന് രക്ഷിച്ചു, തുടർന്നും രക്ഷിക്കുമെന്ന് ഞങ്ങൾ അവരിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. പരസ്പരം പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി ഇടപെടും. ഗോഡ് ബ്ലസ് യു.